പ്രഭാത പ്രാർത്ഥന. അപ്പോസ്തല പ്രവർത്തനം 12-ാം അധ്യായം 9-ാം തിരുവചനം. അവൻ പുറത്തിറങ്ങി ദൂതനെ അനുഗമിച്ചു. എങ്കിലും ദൂതൻ വഴി സംഭവിച്ച ഇക്കാര്യം യഥാർത്ഥ കാര്യമാണെന്ന് അവന് തോന്നിയിട്ടില്ല. തനിക്ക് ഒരു ദർശനം ഉണ്ടായതാണെന്നേ അവൻ കരുതിയുള്ളൂ. സഭയുടെ നെടുംതൂണും പ്രവാചകനുമായ വിശുദ്ധ പത്രോസിൻ്റെയും വിജാതീയരുടെ മധ്യസ്ഥനായ വിശുദ്ധ പൗലോസിൻ്റെയും തിരുനാൾ ആഘോഷിക്കാനായി തിരുഹൃദയമാസത്തിൻ്റെ 29-ാം നാൾ ഞങ്ങൾക്ക് നൽകിയ ദൈവമേ, അങ്ങേക്ക് നന്ദി. കർത്താവേ, ഈ ലോകത്ത് പ്രത്യേക ദൗത്യമായി അയക്കപ്പെട്ടിരിക്കുന്ന ദൗത്യം പ്രാവർത്തികമാക്കുമ്പോൾ ഒരിക്കലും എത്തിച്ചേരേണ്ട ഇടം മറക്കാതെ ഓട്ടം പൂർത്തിയാക്കുവാനുള്ള ശക്തിയും അനുഗ്രഹവും നൽകണമേ. എനിക്കായി അങ്ങ് ഒരുക്കിയിരിക്കുന്ന സമ്മാനം വാങ്ങുവാനുള്ള ഓട്ടമാണ് ഞാൻ നടത്തുന്നത്. ആ ഓട്ടത്തിൽ ഒരു അന്ധകാര ശക്തിയെയും ഞങ്ങൾ കീഴ്പ്പെടാതെ മുന്നേറി സമ്മാനം കരസ്ഥമാക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ഓട്ടത്തിൽ ലക്ഷ്യം മാത്രം മനസ്സിൽ, ഹൃദയത്തിൽ, ആത്മാവിൽ സമർപ്പിച്ചുകൊണ്ട് മുന്നേറുവാൻ അങ്ങേ പ്രവർത്തനം അത്ഭുതകരമായ രീതിയിൽ ഞങ്ങൾ ഗ്രഹിക്കാതെ തന്നെ എന്നോട് ഇടപെടുന്ന അങ്ങേ അനന്തമഹിമയെ ഓർത്ത് മുന്നേറുവാൻ അനുഗ്രഹിക്കണമേ. ആമേൻ. യേശുവിൻ തിരുഹൃദയമേ, അങ്ങേ ഹൃത്തിൽ ജീവിക്കുവാൻ എന്നെ അനുവദിക്കണമേ. വിശുദ്ധ ചെറുപുഷ്പം. ബാഹ്യവും ആന്തരികവുമായ ക്ലേശങ്ങളുടെ മൂർച്ചയിൽ എൻ്റെ ആത്മാവിന് പാകത വന്നിട്ടുണ്ട്. കൊടുങ്കാറ്റിനാൽ ദൃഢത പ്രാപിച്ച പുഷ്പത്തെപ്പോലെ ഞാനിപ്പോൾ തല ഉയർത്തി നിൽക്കുകയാണ്.